السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله المولان العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഈ ജമാഅത്തിന്റെ അധ്യക്ഷനും സ്വാഗത പ്രസംഗകനും കൂടിയായ MS മുഹമ്മദ് അവർ, അതുപോലെ തന്നെ ഈ വേദിയിൽ സാന്നിധ്യമറിയിച്ച വ്യക്തിത്വങ്ങളെ ഓരോ ആളുടെയും പേര് പറയുകയാണെങ്കിൽ സമയം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 9 മണിക്ക് നമുക്ക് നൂറെ അജ്മീർ തുടങ്ങേണ്ടതുള്ളത് കൊണ്ട് ലേറ്റാക്കാൻ കഴിയില്ല എന്ന് ഉസ്താദ് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 9 മണിക്ക് കൃത്യം 9 മണിക്ക് തന്നെ നമ്മുടെ നൂറെ അജ്മീർ തുടങ്ങേണ്ടതുണ്ട്. ഉസ്താദിന് വളരെ ദൂരം യാത്ര ചെയ്ത് സുബഹി നിസ്കാരത്തിന് ശേഷം സുബഹിക്കുള്ളതായ ആ ദിക്ർ സബാഹ് തുടങ്ങേണ്ടതുണ്ട്. ആയിരങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിക്ർ സബാഹ്, പ്രഭാതത്തിലുള്ളതായ ദിക്ർ അദ്ദേഹത്തിനിക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കാൻ പറ്റില്ല. 9 മണിക്ക് തന്നെ നടത്തണമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ബഹുമാനികളെ, നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധാത്മാക്കളാകുന്ന ഔലിയാക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് പരിപാടിയുടെ 2ാം ദിവസമാണ് ഇന്ന്. നാളെ നമ്മുടെ പരിപാടി അവസാനിക്കുകയായി. ഉറൂസ് സമാപനം നാളെയാണ്. ആയിരങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പരിപാടി നാളെ നടക്കാനിരിക്കുന്നു. ഇന്നിവിടെ നൂറെ അജ്മീർ നടത്തണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനുള്ളതായ സൗകര്യം ലഭിക്കാത്തത് കൊണ്ട്, ഉസ്താദിന് സൗകര്യക്കുറവുള്ളത് കൊണ്ടോ എന്തറിയില്ല, നടത്താൻ സാധിച്ചില്ല. ഈ വർഷം അദ്ദേഹം ഏൽക്കുകയും ഇൻഷാ അല്ലാഹ് 2ാം ദിവസം ഞാൻ വരാമെന്ന് അദ്ദേഹം ഉറപ്പു തരുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് നൂറെ അജ്മീർ കൃത്യം 9 മണിക്ക് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നൂറെ അജ്മീറിന് ഈ നാട്ടുകാരാഗ്രഹിച്ചത്? നൂറെ അജ്മീർ എന്നുള്ളത് ഖാജാ ചിശ്തി തങ്ങൾക്കുള്ള പേരിൽ നടക്കുന്നതായ ഒരു ദിക്റിന്റെ സദസ്സാണ്. ആയിരങ്ങൾ സംബന്ധിക്കുന്നതായ സദസ്സാണ്. 4ാം വാർഷികം വാടക്കാടിൽ വളരെ ജനാവലിയോടുകൂടെ അവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആ നിലക്ക് തന്നെ അവിടെ നടക്കുകയുണ്ടായി എന്ന് പോയവർ, അല്ലെങ്കിൽ നാം അത് യൂട്യൂബിലൂടെ ദർശിച്ചവരാണ്. എന്തുകൊണ്ട് ഈ നൂറെ അജ്മീറിന്, ഈ ദിക്റിന്റെ മജ്ലിസിന് ആളുകൂടുന്നു? അത് പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരുടെ അനുഭവങ്ങളും ആ നൂറെ അജ്മീറിലൂടെ കണ്ടതുകൊണ്ട് ജനങ്ങൾ അതിലേക്ക് ഒഴുകി വരികയാണ്. ഇല്ല, നമ്മുടെ ഈ മൈതാന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ ഒരു ജനാവലി 9 മണിന്റെ ശേഷം ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റിക്ക്, അതുപോലെ ഉറൂസ് കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ളതായ കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനികളെ, ഈ ദിക്റിന്റെ മജ്ലിസ് ഈ കാലഘട്ടത്ത് അത്യാവശ്യമായി ഇരിക്കുകയാണ്. കാരണം ഇന്ന് മനുഷ്യൻ മനസ്സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലമാണ്. മനുഷ്യൻ എവിടെയാണ് സമാധാനം എന്ന് തേടി നടക്കുന്നു. പലരും കഞ്ചാവിലൂടെയും മയക്കുമരുന്നിലൂടെയും കള്ളിലൂടെയും സമാധാനം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട്
അതുപയോഗിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപയോഗിച്ചാൽ സ്വന്തം മാത്രമല്ല, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ടെൻഷനിലാകേണ്ട അവസ്ഥയാണ്. സമാധാനക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കാലമാണ്. അത് ഉപയോഗിച്ചാൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് സമാധാനം ലഭിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് വളരെ വ്യക്തമായി അറിയിക്കുകയാണ്. നിങ്ങൾ അതായത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലലോടുകൂടെ, അല്ലാഹുവിനെ ഓർമ്മിക്കലോടുകൂടെ, പടച്ച തമ്പുരാനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് മനുഷ്യന് സമാധാനം, ഹൃദയശാന്തി, സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ കാലത്ത് നൂറെ അജ്മീർ പോലെയുള്ളതായ ദിക്റിന്റെ മജ്ലിസ് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കുള്ളതായ ഈ ജമാഅത്ത് കമ്മിറ്റി അങ്ങനെയുള്ള ഒരു സദസ്സ് നമ്മുടെ വയലിന്റെ സദസ്സിൽ, അതായത് ഉറൂസുമായി ബന്ധപ്പെട്ട സദസ്സിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അത് രണ്ടാമത്തെ ദിവസമാക്കുകയും വേണമെന്ന് അത് തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ളതായ മനസ്സിന് സമാധാനം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അന്ത്യവിശ്രമങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ചുരുക്കുകയാണ്. നേതാക്കളൊക്കെ പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ളതായ സമയം ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ നാം സ്മരിക്കേണ്ടതുണ്ട്. അവർക്കുള്ളതായ മദ്ഹ് പാടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മെ ഈ നിലക്കെത്തിച്ചവർ അവരാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊണ്ട് നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം, അതായത് ദീനുൽ ഇസ്ലാം തന്നതല്ല, അവരിലൂടെ, സഹാബത്തിലൂടെ, ഔലിയാക്കൾ, താബീഈങ്ങളിലൂടെ, അതുപോലെ ഔലിയാക്കളിലൂടെ, അങ്ങനെ ഉസ്താദുമാരിലൂടെ കൂടിയാണ് നമുക്കുള്ളതായ പരിശുദ്ധ ഖുർആൻ നാം കേട്ടുപഠിച്ചത്, നാം കണ്ടുപഠിച്ചത്. അല്ലാഹു നമുക്ക് ആർക്കും നേരിട്ട് കൊണ്ട് ഖുർആൻ ഇറക്കി തന്നതല്ല. അപ്പോ അവരെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയുണ്ട്. അവരിവിടേക്ക് കടന്നു വരുമ്പോ ഇവിടെ അവരെ സഹായിച്ചത്, അവരെ സഹകരിച്ചത് അമുസ്ലിമീങ്ങളായിരുന്നു. അവർക്കുള്ളതായ സ്വഭാവം, അവർക്കുള്ളതായ പെരുമാറ്റം, അവർക്കുള്ളതായ എല്ലാ നല്ല കാര്യങ്ങൾ കണ്ടപ്പോ ഇവർ നല്ല മനുഷ്യന്മാരാണ്, ഇവരോടുകൂടി ഇവരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ഇവരെ സഹായിക്കേണ്ടതുണ്ട്, ഇവർക്ക് പള്ളി കെട്ടാൻ വേണ്ടി, ഇവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്നുള്ളതായ നല്ലൊരു മനസ്സ് ഇവിടത്തെ അമുസ്ലിമീങ്ങൾക്ക് പോലും ഉണ്ടായി. ആ കാരണമായി അവർ ഇസ്ലാമിന്റെ ആ ഹിദായത്തിന്റെ വെളിച്ചം ഇവിടെ കത്തിച്ചുകൊണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരെ നാം ഓർക്കുകയാണ്, അവരുടെ പേരിൽ നാം ഉറൂസ് കഴിക്കുകയാണ്, അവർക്കുള്ളതായ മദ്ഹ് നാം പാടുകയും പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അവരെ സ്മരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ, അംബിയാക്കളെ പറ്റി സ്മരിക്കൽ, അവരെ മദ്ഹ് പാടൽ, പറയൽ, അത് ഇബാദത്താണ്. വദിക്റുസ് സ്വാലിഹീന, സ്വാലിഹീങ്ങളെ പറ്റി പറയൽ, അവർക്കുള്ളതായ മദ്ഹ് പാടൽ, അവരുടെ ഉറൂസ് കഴിക്കൽ, അവർക്ക് വേണ്ടി നേർച്ച വെക്കൽ, ഇതൊക്കെ കഫാറത്തുൻ, അത് നമുക്കുള്ളതായ നാം ചെയ്തു കൂട്ടിയതായ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ മാത്രം കാരണമാകുന്നു. ഇവിടെ നടക്കുന്നതായ ഉറൂസ് കാരണം നമുക്കുള്ളതായ ദോഷം പൊറുക്കപ്പെടുകയാണ്. നാം ചെയ്യുന്നത് മഹാന്മാരെ സ്മരിക്കലാണ്, അവരെ നാം ഓർക്കലാണ്, അവർക്ക് വേണ്ടി മദ്ഹ് പാടുകലും പറയലും, അവിടെ യാസീനോ ദിക്ർ ചൊല്ലി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ഹദിയ ചെയ്തിട്ടാണ് നാം ഇവിടെ ഉറൂസ് നടത്തുന്നത്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല അതിവിടെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നമുക്ക് പറയാനുള്ളത്, ഈ ഉറൂസിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. രാത്രി ഉറക്കടിച്ച് ഭക്ഷണം ഒഴിച്ചുകൊണ്ട്, അവർക്കുള്ളതായ വിയർപ്പൊലിച്ചുകൊണ്ട്, അവർക്കുള്ളതായ ജോലി മാറ്റിവെച്ചുകൊണ്ട് നമുക്കുള്ളതായ ഉറൂസ് കാര്യം, നമുക്കുള്ളതായ ഈ ജമാഅത്തിൽ നടക്കുന്നതായ വാദ പരമ്പര വളരെ വിജയത്തിലേക്ക് എത്തേണ്ടതുണ്ട്. വളരെ നല്ല നിലക്ക് നടക്കണം. അത് അഭിമാനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള പണവും, അവർക്കുള്ളതായ സമയവും, അവർക്കുള്ളതായ അധ്വാനങ്ങളൊക്കെ
ഇതിനു വേണ്ടി ചെലവഴിച്ചു. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കുള്ളതായ ഉസ്താദ് നൂറെ അജ്മീറിന്റെ ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി അവർകൾ പ്രത്യേകിച്ച് നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, സമയമില്ല. കൃത്യം 9 മണിക്ക് തുടങ്ങേണ്ടതുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹുസൈൻ ദാരിമി ഉസ്താദിന്റെ പ്രാസ്താവിക ഭാഷണവും ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ എല്ലാവരും സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. ഇതിനു വേണ്ടി എല്ലാവരും നേരത്തെ നമുക്കുള്ളതായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മദ്രസയുടെ മുകളിൽ ഉയരുന്നതായ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് വേണ്ടി സഹകരിക്കേണ്ടതുണ്ട്. നാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയതായ ആ സമ്പത്ത് ഇതുപോലെയുള്ളതായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണം. നമുക്കുള്ളതായ നാടുകളിലും നാടുകളിലും ഒരുപാട് നല്ല മനുഷ്യർമാർ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അവർ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒരുപാട് നല്ല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അബ്ദുള്ള ഹാജി എന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റും കൂടിയാണ്. എസ് അബ്ദുള്ള ഹാജി പോലത്തെ ഒരുപാട് നേതാക്കൾ നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു തആല അവർക്കുള്ളതായ ആ സഹായത്തിന്റെ ഭാഗം കൊണ്ടാണ് നമുക്കുള്ളതായ പല സ്ഥാപനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കുമാറാവട്ടെ. സഹായിക്കാനുള്ള, സഹകരിക്കാനുള്ളതായ ആ നല്ല മനസ്സ് അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.